ഒറ്റയടിക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളതാണ് എന്ന് തത്കാലം അംഗീകരിച്ചുകൊണ്ട് വേദാന്തം നമ്മെ കൈപിടിച്ച് ആ പരമമായ സത്യത്തിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും ബ്രഹ്മമായിട്ടില്ല, ആത്മാവ് ഒരിക്കലും പ്രപഞ്ചമായിട്ടില്ല. പ്രപഞ്ച പദാർത്ഥങ്ങളൊന്നും വാസ്തവത്തിൽ ആത്മാവാകാൻ പറ്റില്ല. പക്ഷേ ഒരു ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ കാണപ്പെടുന്നത് എന്തും ബ്രഹ്മമാണ്. എന്തുകൊണ്ടെന്നാൽ അയാൾ എല്ലാറ്റിനെയും ബ്രഹ്മം എന്ന് കാണാൻ ശീലിച്ചിരിക്കുന്നു. നാമരൂപങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ അദ്ദേഹം പുറന്തള്ളിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാണപ്പെടുന്നതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മാവ് തന്നെയാണ്. സാകാരസ്യ ഹി സാകാരം വടധാനാദിവത് ഭവേത് ബീജം തദ്വസ്തു സാകാരം ജായതേന്യത് കുതോന്യഥാ. മറ്റൊരു യുക്തി പറയുകയാണ്, രൂപമുള്ള ഒന്നിൽ നിന്ന് മാത്രമേ മറ്റൊരു രൂപമുള്ളതിന് ജനിക്കാൻ പറ്റൂ. രൂപങ്ങളിൽ നിന്ന് രൂപങ്ങൾ ജനിക്കും. അരൂപമായതിൽ നിന്ന് രൂപമോ രൂപത്തിൽ നിന്ന് അരൂപമോ ജനിക്കാൻ സാധ്യമല്ല. അരൂപത്തിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപം ഉണ്ടാവാം, അതിന് വിരോധമില്ല. സാകാരസ്യ ഹി സാകാരം, അതായത് കാരണം രൂപത്തോട് കൂടിയതാണെങ്കിൽ കാര്യത്തിനും രൂപമുണ്ടാവും. ഏതുപോലെ വടധാനാദിവത് ഭവേത്, വടവൃക്ഷം, പേരാൽ. ഈ പേരാലിൻ്റെ കായ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ തരികൾ കാണാം. ആലിൻ്റെ കായ പൊട്ടിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അരയാൽ, പേരാൽ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗമുണ്ട്. ഈ അരയാലിൻ്റെ കായെടുത്ത് നോക്കിയാലും പേരാലിൻ്റെ കായെടുത്ത് നോക്കിയാലും ആ കായ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ തരികൾ പോലെ അതിൻ്റെ വിത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അവയെയാണ് വടധാനങ്ങൾ എന്ന് പറയുന്നത്. ഈ ചെറുതരിയിൽ നിന്നാണ് മറ്റൊരാൽ വൃക്ഷം കാലക്രമത്തിൽ വളർന്നു പൊന്തുന്നത്. ഇത് തരിയാണെങ്കിൽ അതിനൊരു രൂപമുണ്ടല്ലോ, നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആലിൻ്റെ വിത്തിന് ഒരു രൂപമുണ്ട്. അതുകൊണ്ട് രൂപത്തോടു കൂടിയ ഒരു ആൽമരം അതിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. ഇതുപോലെയാണോ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാവുന്നത്? ഒരിക്കലുമല്ല. ബ്രഹ്മത്തിന് രൂപമേ ഇല്ല. അതിൽ നിന്ന് രൂപങ്ങൾ അല്ലെങ്കിൽ സരൂപമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാവും? ബീജം തദ്വസ്തു സാകാരം ജായത്തെ. വിത്ത് ഗുണം 10 ഗുണം എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അവരയുടെ വിത്തിട്ടാൽ തുവര മുളയ്ക്കില്ല. വിത്തിൻ്റെ സ്വഭാവം അതിൽ നിന്നുണ്ടാവുന്ന ചെടിയിലും ഉണ്ടാവും. കാരണത്തിൻ്റെ സ്വഭാവം കാര്യത്തിൽ പ്രകടമായേ പറ്റൂ. മാതാപിതാക്കളെ പോലെ ഇരിക്കും കുഞ്ഞുങ്ങൾ. ഒരു പരിധിവരെ മുഖഛായയിലും സ്വഭാവത്തിലും ചില അംഗചലനങ്ങളിലുമൊക്കെ മാതാപിതാക്കളുടെ സ്വഭാവത്തെ അനുകരിക്കുകയല്ല, അത് സ്വാഭാവികമായി സന്താനങ്ങളിൽ കാണപ്പെടുന്നു. അതെന്തുകൊണ്ട്? കാരണത്തിൽ നിന്നുണ്ടാകുന്ന കാര്യം കാരണവിഭിന്നമായ മറ്റൊരു സ്വഭാവത്തോടു കൂടിയ ഒന്നായി മാറാൻ പറ്റില്ല. ബീജം തദ്വസ്തു സാകാരം ജായത്തെ. വിത്തിനൊരാകൃതിയുണ്ട്. അതുകൊണ്ടാണ് ആകൃതിയോടുകൂടിയ ഒരു മരം അതിൽ നിന്നുണ്ടാവുന്നത്. ഇതുപോലെയല്ല ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ബ്രഹ്മം അരൂപമാണ്, രൂപരഹിതമായ ഒരു തത്വമാണ്. അതിൽ നിന്ന് അനേകം രൂപങ്ങളോടുകൂടിയ പ്രപഞ്ചം ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി? നിങ്ങളൊന്ന് ആലോചിച്ച് മറുപടി പറയൂ. ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടാവാൻ പറ്റില്ല. കാരണം ബ്രഹ്മം രൂപമില്ലാത്തതാണ്. പ്രപഞ്ചത്തിൽ എവിടെയും നാമരൂപങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട്
ബ്രഹ്മത്തിൽ നിന്നും ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാവാൻ സാധ്യതയേയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഈ പ്രപഞ്ചം ഏതിൽ നിന്നാവണം ഉണ്ടായത്? ഏതിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പ്രപഞ്ചം? അല്ല, മറ്റൊരു കാരണവും അറിയില്ല. കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിക്ക് കാരണമായി പറയുന്നത് എന്തും പ്രപഞ്ചത്തിനകത്തുള്ള ഒരു ജഡമായിരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഈ പ്രപഞ്ചം പരമാണുക്കളുടെ സംഘാതം കൊണ്ടുണ്ടായതാണ് എന്ന് ആധുനിക ശാസ്ത്രവും കണാദനെ പോലെയുള്ള പുരാതന ദാർശനികന്മാരും അഭിപ്രായപ്പെടുന്നു. അനേകം സൂക്ഷ്മമായ ആറ്റങ്ങൾ, അണുക്കളുടെ സംയോഗമാണ് ഈ കാണുന്ന സ്ഥൂല പദാർത്ഥങ്ങൾ. സൂക്ഷ്മമായത് എത്ര ചേർന്നാലും എങ്ങനെ സ്ഥൂലമാകും? സിമ്പിൾ ലോജിക്. രൂപമില്ലാത്ത 10,000-ഓ ലക്ഷമോ കണങ്ങൾ ചേർന്നാൽ എങ്ങനെ രൂപമാകും? അപ്പോൾ നമ്മൾ ഈ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചത് പമ്പര വിഡ്ഢിത്തമാണ്. ഇപ്പോഴും അടുത്ത തലമുറ അല്ലെങ്കിൽ അനേകം തലമുറകൾ ഈ ശാസ്ത്രമാണ് സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപമില്ലാത്തത് എങ്ങനെ രൂപമുള്ളവയ്ക്ക് കാരണമായി ഭവിക്കും? സാധ്യത തീരെയില്ല. അന്യത് കുതോന്യഥ. അങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് സാകാരമായ അല്ലെങ്കിൽ സ്വരൂപമായ ഒരു പ്രപഞ്ചം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് യുക്തിയുടെ പിൻബലത്തിൽ തീരുമാനിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം മറ്റെന്തായിരിക്കും? ഒരു കാരണവും ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം എന്നൊന്ന് വാസ്തവത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെ ഒന്നില്ല. ഇല്ലാത്തതിന് നിങ്ങൾ കാരണം അന്വേഷിക്കുന്നു. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇല്ലാത്തതിനെ ഇല്ലാത്തതാണ് എന്നറിയുന്നതിന് പകരം ഇല്ലാത്തതിനെ സത്യം എന്ന് കരുതി ആ ഇല്ലാത്തതിന് ഒരു കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ തെറ്റി. ഫസ്റ്റ് സ്റ്റെപ്പ് തെറ്റിയാൽ ശരിയായ ഉത്തരത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റില്ല. കണക്കിൻ്റെ ഓരോ വഴികളും കൃത്യമായി യുക്തിയുക്തമായി എഴുതി മുമ്പോട്ട് പോയാലേ ശരിയായ ഉത്തരം ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ വഴി തന്നെ തെറ്റിയാൽ തെറ്റായ ഉത്തരമായിരിക്കും കിട്ടുക. അങ്ങനെയാണ് വേദാന്തം ഒഴികെയുള്ള മറ്റ് ദർശനങ്ങൾ തെറ്റായ ഉത്തരങ്ങളിൽ എത്തിച്ചേർന്നത്. അതൊന്നും അന്തിമമായ സത്യമല്ല. അവർ കണക്ക് ചെയ്തു തുടങ്ങി. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ തെറ്റിപ്പോയത് കൊണ്ട് ഓരോരുത്തർക്കും ഓരോരോ തെറ്റുത്തരങ്ങൾ ലഭിച്ചു. വേദാന്തി ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ തീരുമാനിച്ചു, ഈ പ്രപഞ്ചം മിഥ്യയാണ്. അതാണ് ശരിയായ ഉത്തരവ്. അല്ലാതെ ഈ പ്രപഞ്ചത്തിനൊരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റെതസ്കോപ്പും ടെലസ്കോപ്പും മറ്റ് കോപ്പുകളും കൊണ്ട് പുറമേ നോക്കുന്ന മനുഷ്യന് ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളിലൂടെ അയാളുടെ തന്നെ കണ്ടുപിടുത്തങ്ങളായ, മനുഷ്യൻ്റെ തന്നെ കണ്ടുപിടുത്തങ്ങളായ ശാസ്ത്ര ഉപകരണങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ വിശകലനം ചെയ്താൽ ഒരിക്കലും ഈ പ്രപഞ്ച രഹസ്യം അയാൾക്ക് പിടികിട്ടുകയില്ല. ഈ പ്രപഞ്ചം എന്നുള്ളത് എന്നും ഒരു കടങ്കഥയായി തന്നെ അവശേഷിക്കും. ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഒരു പിടിയുമില്ല. ബാലകൃഷ്ണൻ നായർ സാറ് പറയും, എന്നെ കാണാൻ ISROയിൽ നിന്ന് കുറേ സയൻറ്റിസ്റ്റുകൾ വന്നിരുന്നു. അപ്പോൾ അവർ ജോലി ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. അതിൻ്റെ താഴെ വരുന്നതാണ് ഈ VSSC, ISRO, LPSC എന്നൊക്കെ പറയുന്നത്. IISU എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറൊരെണ്ണമുണ്ട്, വട്ടിയൂർക്കാവ്. ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ താഴെ വരുന്ന വിഭാഗങ്ങളാണ്. അപ്പം നിങ്ങൾ സ്പേസ് സയൻറ്റിസ്റ്റുകളാണല്ലോ. എന്താണ് ഈ സ്പേസ്? അതിന് ആ ശാസ്ത്രജ്ഞന്മാർ സാറിന് നൽകിയ ഉത്തരം, ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ്. ഞങ്ങൾ റോക്കറ്റ് അയക്കുന്നു, ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു, ചന്ദ്രയാൻ വരെ വിക്ഷേപിച്ചു. അടുത്തത് ചൊവ്വയിൽ ചെന്നെത്താനുള്ള ഒരു സംരംഭത്തിലാണ് ഞങ്ങൾ. സമ്മതിച്ചു. നിങ്ങൾ അയക്കുന്ന ഈ കൃത്രിമ ഉപഗ്രഹങ്ങളാകട്ടെ റോക്കറ്റുകളാകട്ടെ ഇതൊക്കെ സ്പേസിലൂടെയല്ലേ സഞ്ചരിക്കുന്നത്, എന്നിട്ടല്ലേ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. എന്താണ് ഈ സ്പേസ്?
ആകാശം, അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതിനെക്കുറിച്ചല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി സ്പേസിനെ കുറിച്ച് ആലോചിക്കാതെ മറ്റു പലതിനെയും കുറിച്ച് ആലോചിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ മഹർഷിമാർ ആദ്യം ആകാശമെന്ത് എന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ തലതൊട്ടപ്പന്മാർ എന്ന് നമ്മുടെ മഹർഷിമാർ പരിഗണിക്കപ്പെടുന്നത്. അവരങ്ങനെയാണ് പറയുന്നത്. അവരൊക്കെ സയൻറ്റിസ്റ്റുകളെക്കാളും വലിയ സയൻറ്റിസ്റ്റുകളാണ്. അവർ തുടങ്ങിയത് ആകാശത്തിൽ നിന്നാണ്. ഇവർ ആകാശത്തെ തന്നെ ഇതുവരെ വിശകലനം ചെയ്യാൻ ആരംഭിക്കാത്ത കൂട്ടരാണ്. നിങ്ങൾ എത്ര ഉപഗ്രഹങ്ങൾ, എത്ര റോക്കറ്റ്, എന്തൊക്കെ സാങ്കേതിക വിദ്യ ഇതൊക്കെ വികസിപ്പിച്ചാലും എന്ത് പ്രയോജനം? ഈ ആകാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങ് ശൂന്യാകാശം വരെ പോണ്ട. വീട്ടിൻ്റെ ഉള്ളിലുണ്ട് ആകാശം, ഒരു പാത്രത്തിൻ്റെ ഉള്ളിലുണ്ട്, മുറിയുടെ ഉള്ളിലുണ്ട്, ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുണ്ട്, ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും വൃക്കകളുടെയും ഉള്ളിൽ ഈ ആകാശമുണ്ട്. ഒഴിഞ്ഞ സ്ഥലമില്ലാത്ത ഏതെങ്കിലും ഭാഗം ശരീരത്തിലുണ്ടോ? ശരീരത്തിൻ്റെ ഓരോ കോശത്തിൻ്റെയും ഉള്ളിൽ ആകാശമുണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം. ഒഴിഞ്ഞ സ്ഥലം കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്ഥൂല പദാർത്ഥങ്ങൾ ഒഴിഞ്ഞവയല്ലാതെ എങ്ങനെ കട്ടിയുള്ള ഖരപദാർത്ഥങ്ങളാവും? ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? ഇത് തീരുമാനിക്കാൻ 2 മിനിറ്റേ ആവശ്യമുള്ളൂ. ഒരുപാടൊന്നും തലപുകഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അരൂപമായവ കോടിക്കണക്കിന് സംയോജിച്ചാലും കട്ടിയുള്ള ഒരു തരി പോലും ഉണ്ടാവില്ല. സൂക്ഷ്മം എത്ര കണ്ട് ചേർന്നാലും അതിന് സ്ഥൂലത സംഭവിക്കില്ല. പ്രപഞ്ചം സ്ഥൂലമാണ്. പക്ഷേ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളുടെ കാരണമായി ആധുനിക ശാസ്ത്രം പറയുന്നത് അതിസൂക്ഷ്മങ്ങളായ ഒഴിഞ്ഞു കിടക്കുന്ന കണങ്ങൾ, ആറ്റങ്ങൾ എന്നാണ്. ഇവരുടെ വാദത്തെ നമ്മൾ എങ്ങനെ അംഗീകരിക്കാനാണ്? അല്പമെങ്കിലും ചിന്താശേഷിയുള്ള ഒരാൾ ഈ വാദത്തെ കേൾക്കുമ്പോൾ തന്നെ തള്ളിക്കളയേണ്ടതാണ്. ഇവിടെ ആറ്റങ്ങളുമില്ല, ഊർജവുമില്ല. ഇവയുടെ സംഘാതങ്ങളായ വസ്തുക്കളും വ്യക്തികളും ഒന്നും ഇവിടെ ഇല്ല. നിശ്ചലവും സാന്ദ്രവുമായ അഖണ്ഡ ബോധം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ളൂ. ഏവം നിരാകാരം സാകാരസ്യ കാരണമിത്യപ്യയുക്തമിത്യാഹ. രൂപമില്ലാത്തത് അല്ലെങ്കിൽ ആകൃതിയില്ലാത്തത് ആകൃതികളോടുകൂടിയ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ബീജം ഭവേത്. കാരണത്തെ പോലെ ഇരിക്കും കാര്യം. എവിടെയും അങ്ങനെയാണ്. കാരണത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു കാര്യം ഒരിക്കലും ഒരിടത്തും ഉണ്ടാവില്ല. ആ രീതിയിൽ യുക്തി ചിന്തിച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല എന്ന കാര്യം വ്യക്തമാകും. നകിഞ്ചിദപി യത്രാസ്തി ബീജമാകൃതിമന്മനാക് തത ആകൃതി മദ്വിശ്വം ഭവതീതി വിഡംബനം. വീണ്ടും പറയുന്നു, നകിഞ്ചിദപി യത്രാസ്തി. നിങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഒന്നും ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല. നിങ്ങൾ എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു, ആ പറയപ്പെടുന്നതൊന്നും ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല. നകിഞ്ചിദപി യത്രാസ്തി ബീജമാകൃതിമന്മനാക്. ഈ പ്രപഞ്ചം വാസ്തവമാണ്, യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ ബ്രഹ്മത്തിനും ഒരു രൂപം അല്ലെങ്കിൽ ആകൃതി ഉണ്ടാവണമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ കാരണം ബ്രഹ്മമാവില്ല.
കാരണം ബ്രഹ്മത്തിന് ആകൃതിയില്ല, പ്രപഞ്ചത്തിന് ആകൃതിയുണ്ട്. അനേകം നാമരൂപങ്ങളുടെ സംഘാതമാണ് ഈ പ്രപഞ്ചം. ബീജത്തിന് ആകൃതി ഉണ്ടായിരുന്നെങ്കിൽ, വിത്തിന് സ്ഥൂലമായ ഒരു ആകൃതി ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് പൊന്തുന്ന വൃക്ഷത്തിനും സ്ഥൂലമായ ആകൃതി ഉണ്ടാവും. തത്ര ആകൃതിമത് വിശ്വം ഭവതീതി വിഡംബനം. ഇപ്പം അരൂപമായ ബ്രഹ്മമാണ് വാസ്തവത്തിലുള്ളത്, അല്ലെങ്കിൽ ആദിയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നാമരൂപാത്മകമായ പ്രപഞ്ചം ഉണ്ടാവുന്നത്, പൊന്തി വന്നത് എന്ന് പറയുന്നത് വിഡംബനം. വിഡംബനം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം എന്നാണ് അർത്ഥം. ഇതുപോലെ ഒരു പുളു ഇനി ആരും അടിക്കാനില്ല. ലോകമഹാപുളു, പൊട്ടത്തരം, അസംബന്ധം, വിഡ്ഢിത്തം. എന്ത്? ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ ഉപനിഷത്തുകളും പറയുന്നുണ്ടല്ലോ. ആ പറയുന്നതിനൊക്കെ വേറെ ചില ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും അന്തിമമായ സത്യമല്ല. വസിഷ്ഠ മഹർഷി അന്തിമമായ സത്യത്തിൻ്റെ വക്താവാണ്. അതായത് പച്ചയായ സത്യം വെട്ടി തുറന്നു പറയും, ആരുടെ മുമ്പിലും പറയും, എവിടെയും പറയും, എപ്പോഴും പറയും. അതിനെ എങ്ങനെ വിശദീകരിച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാകുമോ അങ്ങനെയുള്ള ഉദാഹരണങ്ങളും കഥകളുമൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് വരും. പക്ഷേ സത്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വസിഷ്ഠൻ്റേത്. അദ്ദേഹം സത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല. നോ കോംപ്രമൈസ് അറ്റ് ആൾ. അതുകൊണ്ട് ആകൃതിയോടുകൂടിയ, രൂപത്തോടുകൂടിയ പ്രപഞ്ചം അരൂപമായ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ആ പറച്ചിലിൽ ഒരു കഴമ്പുമില്ല. വിഡംബനം വിഡംബന വാക്യവത് അർത്ഥശൂന്യം ഇത് യാവത്. വിഡംബനം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത വാക്ക്, പുലമ്പൽ, അസംബന്ധം എന്നർത്ഥം. ഭ്രാന്തൻ്റെ സംസാരം പോലെ കഴമ്പില്ലാത്തതാണ്, നിരർത്ഥകമാണ്. ഇങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നത്. കാര്യകാരണഭാവാദി തസ്മിന്നഹി പരേ പദേ വാചാലത്വേന യന്നാമ കൽപ്യതേ മൗർഖ്യമേവ തത്. കാര്യകാരണഭാവാദി, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കേവലമായ സത്യമാണ്. കേവലം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ അർത്ഥമല്ല. കേവലം 10 രൂപയ്ക്ക് അയാൾ ആ വസ്തുവിനെ വിറ്റു. കേവലം 30 വെള്ളിക്കാശിന് വേണ്ടി ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു. ആര്? ജൂദാസ്. കേവലം 30 വെള്ളി നാണയങ്ങൾ. അപ്പൊ കേവലം എന്ന് പറഞ്ഞാൽ നിസ്സാരം എന്നർത്ഥം. വലിയ തുകയൊന്നുമല്ല. 30 വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ വളരെ അല്പമാണ്. അതിനുവേണ്ടി ദൈവപുത്രനെ ജൂദാസ് ഒറ്റുകൊടുത്തു എന്ന് ബൈബിളിൽ പറയുന്നു. ഇവിടെ കേവലം എന്നുള്ള വാക്ക് തികച്ചും വ്യത്യസ്തമായ ഒരർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. കേവലം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് എന്നാണ് അർത്ഥം. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? കേവലം എന്ന് പറഞ്ഞാൽ സാപേക്ഷമല്ലാത്തത് അഥവാ നിരപേക്ഷം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായും ഒരു തരത്തിലും ബന്ധപ്പെടാത്തത്, രണ്ടാമതൊന്നിനെ അംഗീകരിക്കാത്തത്, ശുദ്ധം, നിർവികൽപ്പം, പ്രപഞ്ച അതീതമായ സത്യം. അതിനെയാണ് കേവലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്യന്തം ശുദ്ധം, അല്പം പോലും മായം കലരാത്തത്. മായയുടെ പ്രവൃത്തി ആത്മാവിൽ കാണപ്പെടുന്നില്ല. മായയുടെ സൃഷ്ടിയാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചം ബ്രഹ്മത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല. കാര്യകാരണഭാവങ്ങൾ പരമപദത്തിൽ യോജിക്കില്ല. ബ്രഹ്മത്തിന് യോജിച്ചതല്ലാതെ. കാര്യം കാരണമൊക്കെ പ്രപഞ്ചത്തിൻ്റെ തലത്തിലാണ്. പ്രപഞ്ചത്തിലുള്ള എന്തിനും കാര്യകാരണങ്ങൾ ഉണ്ടാവും. അതായത്
ഒന്ന് ഏതിൽ നിന്നാണോ ഉണ്ടായത് അത് അതിൻ്റെ കാരണം, ഇതിൽ നിന്ന് മറ്റൊന്നുണ്ടായാൽ അത് ഇതിൻ്റെ കാര്യം. ഈ കാര്യകാരണ ശൃംഖല പ്രപഞ്ചത്തിന് മാത്രമേ യോജിക്കൂ. ആത്മതത്വത്തിൽ ഈ കാര്യകാരണ പൊരുത്തം അല്ലെങ്കിൽ ബന്ധം ഒരിക്കലും ചേരില്ല. കാര്യകാരണഭാവാദി തസ്മിൻ നഹി പരേ പദേ. ആ പരമപദത്തിൽ കാര്യകാരണങ്ങൾ എന്നുള്ള വാക്കുകൾക്ക് അർത്ഥമില്ല. ബ്രഹ്മം എന്തിൻ്റെ കാരണമാണ്? അല്ല, പ്രപഞ്ചത്തിൻ്റെ കാരണം. പ്രപഞ്ചം ബ്രഹ്മത്തിൽ ഇല്ലേ ഇല്ല. ഇല്ലാത്തതിൻ്റെ കാരണമാണ് ബ്രഹ്മം എന്ന് ആരെങ്കിലും പറയുമോ? അല്ല, പ്രപഞ്ചം മറ്റൊന്നിൻ്റെ കാര്യമായിക്കൂടെ? അതായത് പ്രപഞ്ചത്തിനൊരു കാരണം ഉണ്ടായിക്കൂടെ? എല്ലാറ്റിൻ്റെയും കാരണമാണിത് എന്ന് പറയുമ്പോൾ ഇതിനെങ്ങനെ മറ്റൊരു കാരണം ഉണ്ടാവും? ഇതല്ലാതെ മറ്റൊന്നില്ല. രണ്ട് അല്ലെങ്കിൽ ദ്വൈതം. ആ ദ്വൈതത്തെ അംഗീകരിച്ച് മാത്രമേ കാര്യകാരണ ബന്ധം നമുക്ക് പറയാൻ പറ്റൂ. ഒന്നേ ഉള്ളുവെങ്കിൽ അത് എന്തിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്തിൻ്റെ കാരണം? ഒന്നേ ഉള്ളൂ ആകപ്പാടെ. ഒരു വ്യക്തി, അയാൾ ഒറ്റയ്ക്കാണ്. ഈ ഭൂമുഖത്ത് അയാൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അയാൾക്ക് ഒരു സ്വന്തവും ബന്ധവും ഒന്നും ഉണ്ടാവില്ല. സ്വന്തം ബന്ധമൊക്കെ മറ്റ് വ്യക്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരേ ഒരു വ്യക്തിയേ ഉള്ളുവെങ്കിൽ അയാൾ തന്നെയാണ് അയാളുടെ അച്ഛൻ, അയാൾ തന്നെയാണ് അയാളുടെ അമ്മ, അയാളുടെ സഹോദരനും സഹോദരിയും പത്നിയും പുത്രനും പുത്രിയും അമ്മാവനും അമ്മായിയപ്പനും നാത്തൂനും എല്ലാം അവൻ തന്നെ. കാരണം അവനല്ലാതെ മറ്റൊന്നുമില്ല. മറ്റൊന്നുണ്ടെങ്കിലേ ബന്ധം എന്നുള്ള വാക്കിന് അർത്ഥമുള്ളൂ. ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് കാര്യകാരണ ഭാവത്തിന് അപ്പുറത്തുള്ള ഒന്നായിരിക്കണം. കാര്യം കാരണം എന്നുള്ള വാക്ക് ആത്മാവുമായി ബന്ധപ്പെടുത്തി പറയരുത്. അത് ഒന്നിൻ്റെയും കാരണമല്ല, ഒന്നിൻ്റെയും കാര്യവുമല്ല. അതിൽ നിന്ന് ഒന്നും ഉണ്ടാവാനും പറ്റില്ല, മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതുമല്ല ഈ ആത്മാവ്. അത് എന്നും ഒരുപോലെ നിലനിൽക്കുന്നതാണ്, ഉണ്മ സ്വരൂപമായിട്ടുള്ളതാണ്. വാചാലത്വേന എന്നാമ കൽപ്യതേ. വാചാലൻ എന്ന് പറഞ്ഞാൽ അമിതമായി സംസാരിക്കുന്നവൻ, അയാളെയാണ് വാചാലൻ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ വായാടി എന്ന് പറയാറില്ലേ? സാധാരണ സ്ത്രീകളെയാണ് അങ്ങനെ പറയുന്നല്ലേ. ആണുങ്ങളെ സാധാരണ വായാടി എന്ന് പറയാറില്ല. സ്ത്രീകളെയാണ് വായാടൻ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. പക്ഷെ അങ്ങനെയൊന്നും വാക്കില്ല. വായാടി എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ്, അനാവശ്യമായി അമിതമായി സംസാരിക്കുന്ന സ്ത്രീ. അവൾ വായാടിയാണ്. അവളുടെ അടുത്തൊന്നും ചെന്ന് തല വെച്ചു കൊടുക്കണ്ട എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ വാചാലത കൊണ്ടാണ് പല സിദ്ധാന്തങ്ങളും ഉണ്ടാവുന്നത്. വാചാലത്വമാണ് സൃഷ്ടി വിവരണം എല്ലാം. അതായത് അനാവശ്യമായി എന്തൊക്കെയോ ഇങ്ങനെ വർണ്ണിച്ചു പോയി. അതുണ്ട്, ഇതുണ്ട്, അതിൽ നിന്ന് ഇത് വന്നു, ഇതിൽ നിന്ന് മറ്റൊന്ന് വന്നു, ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ കേവലം വാക്കുകൾ കൊണ്ടുള്ള കസർത്താണ്. ആത്മാവിൽ ശബ്ദത്തിൻ്റെ സ്പന്ദനം പോലുമില്ല. നിശബ്ദതയാണ് ആത്മസ്വരൂപം. അതിനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക സാധ്യമല്ല. അങ്ങനെ വാചാലത കാരണമായി ഈ ആത്മാവിനെ കാര്യമാണ്, അല്ലെങ്കിൽ ഇത് പലതിൻ്റെയും എല്ലാറ്റിൻ്റെയും കാരണമാണ്, പരമകാരണമാണ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മൗർഖ്യമേവതത്. അതൊക്കെ തികഞ്ഞ കറതീർന്ന മൂഢതയാണ്. അതിനൊന്നും ഒരു യുക്തിയുമില്ല. കാര്യകാരണങ്ങൾക്കപ്പുറത്താണ് ആത്മാവിൻ്റെ സ്ഥിതി. വാചാലത്വേന ബഹുഭാഷിത്വേന. ബഹുഭാഷി എന്ന് പറഞ്ഞാൽ
അനാവശ്യമായി സംസാരിക്കുന്നവൻ, വാതോരാതെ ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ. അപ്പോൾ ഇങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ വാചാലതയുടെ പ്രകടനം എന്ന് മാത്രം കരുതിയാൽ മതി. വാസ്തവത്തിൽ ആത്മാവിൽ അതുമാത്രമേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നും അതിലില്ല. അതല്ലാത്ത ഒന്നും അതിൽ നിന്നുണ്ടാവാനും പറ്റില്ല, മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതുമല്ല ഈ ആത്മതത്വം. സഹകാരി നിമിത്താനാമഭാവേ ഹിനകാരണാത് കാര്യം ഭവേദന്യതേതി ബാലൈരപ്യനുഭൂയതേ. കാര്യം ഭവേദന്യതിഥി ബാലൈരപ്യനുഭൂയതേ. ഇനി ഒരു കാരണമുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. കാരണം കാര്യമായി മാറാൻ, അല്ലെങ്കിൽ കാരണത്തിൽ നിന്ന് ഒരു കാര്യം ഉണ്ടാകാൻ മറ്റ് രണ്ട് ഘടകങ്ങൾ കൂടെ വേണം. അതെന്താണ്? സഹകാരി നിമിത്തം. ഈ രണ്ടിനെയും കാരണങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് കളിമണ്ണുണ്ട്, ഇത് കുടമായി മാറണമെങ്കിൽ കളിമണ്ണ് തനിയെ കുടത്തിൻ്റെ രൂപം സ്വീകരിക്കുകയില്ല. ആരെങ്കിലും അതിന് ഒരു രൂപം കൊടുക്കണം, ഒരു ഷേപ്പ് കൊടുക്കണം. ആടിക്ക് ഷേപ്പ് മാറ്റി കളയും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഷേപ്പ് മാറ്റാൻ ആരെങ്കിലും ഒരാൾ വേണം. അല്ലാതെ ജഡപദാർത്ഥങ്ങൾ തനിയെ ഓരോരോ രൂപം സ്വീകരിക്കുകയില്ല. ഒരു കാര്യമുണ്ടാകാൻ, ആ കാര്യം എന്തുകൊണ്ടാണോ നിർമ്മിക്കപ്പെടുന്നത് അതിനെ ഉപാദാന കാരണം എന്ന് പറയുന്നു. ഇതുകൂടാതെ മറ്റ് രണ്ട് കാരണങ്ങൾ കൂടെയുണ്ട്, സഹകാരി കാരണവും നിമിത്ത കാരണവും. പലപ്പോഴും ഈ സഹകാരി കാരണത്തെ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഉപാദാന കാരണം, നിമിത്ത കാരണം, ഈ രണ്ട് കാരണങ്ങളെക്കുറിച്ചാണ് സാധാരണ സംസാരിക്കാറുള്ളത്. മണ്ണ് കുടമായി മാറുന്ന വിഷയത്തിൽ മണ്ണ് ഉപാദാന കാരണം, മണ്ണിനെ കുടമാക്കി മാറ്റുന്ന കൊശവനാണ് നിമിത്ത കാരണം. പക്ഷേ കൊശവനും മണ്ണും മാത്രം ഉണ്ടെങ്കിലും കുടം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ചക്രം വേണം. ആ ചക്രത്തിൽ വെച്ചാണ് ഈ കളിമണ്ണിനെ അയാൾ കുടമോ മറ്റു പാത്രങ്ങളോ ഒക്കെയായി രൂപപ്പെടുത്തുന്നത്. ആ കൊശവൻ്റെ ചക്രം, അതിനെയാണ് സഹകാരി കാരണം എന്ന് പറയുന്നത്. അല്ല, സഹകാരി കാരണം. ഇപ്പോൾ ഒരു ഷർട്ട്, തയ്ച്ച ഷർട്ട്, നമ്മളൊക്കെ അതാണല്ലോ ഇടുന്നത്. ചിലർ സ്വയം തയ്ക്കും, അല്ലാത്തവർ തയ്യൽക്കാരെ കൊണ്ട് തയ്പ്പിക്കും. തയ്പ്പിക്കപ്പെട്ട ഒരു ഷർട്ട്, ഈ ഷർട്ടിൻ്റെ ഉപാദാന കാരണം എന്ന് പറയുന്നത് നൂലാണ്. കാരണം നൂലിഴകൾ ചേർന്നതാണ് ഷർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വസ്ത്രത്തെയാണല്ലോ ഷർട്ടിൻ്റെ രൂപത്തിലാക്കി മാറ്റുന്നത്. ആ ജോലി ചെയ്യുന്നത് തയ്യൽക്കാരനാണ്, അയാളാണ് നിമിത്തകാരൻ. തയ്യൽക്കാരനും തുണിയുമുണ്ട്, അയാൾക്ക് ഷർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. തയ്യൽ മെഷീനും കൂടെ വേണം, അത് സഹകാരി കാരണം. സഹകരിക്കുന്നത്, കോഓപ്പറേറ്റ് ചെയ്യുന്നത് സഹകരണ സംഘം. അതിൽ പൈസ നിക്ഷേപിച്ചവരുടെയൊക്കെ പൈസ വെള്ളത്തിൽ പോയി, എല്ലാം ശരിയായി, എല്ലാറ്റിനും ഒരു തീരുമാനമായി. കോടിക്കണക്കിന് രൂപയാണ് തിരിമറിയിലൂടെ അപഹരിച്ചത്. അപ്പൊ സഹകരിക്കുന്ന കാരണം, ഇതിൽ ഈ മൂന്ന് കാരണങ്ങളിൽ നിമിത്ത കാരണം മാത്രമേ ജീവനുള്ളതായിരിക്കുകയുള്ളൂ. അതായത് തയ്യൽക്കാരൻ അല്ലെങ്കിൽ കൊശവൻ, അത് ജീവനുള്ള ഒന്നായിരിക്കണം. അപ്പോൾ നിമിത്ത കാരണം എപ്പോഴും ജീവനുള്ള ഒന്നായിരിക്കും. ഉപാദാന കാരണവും സഹകാരി കാരണവും ജഡങ്ങളായിരിക്കും. ഇത് ഓർമ്മിച്ചു വയ്ക്കുക. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ, അല്ല സൃഷ്ടി നടന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, എന്നാലും ബാലന്മാർക്ക് വേണ്ടി, ഈ പ്രപഞ്ചം വാസ്തവമാണ് എന്ന് കരുതുന്നവർക്ക് വേണ്ടി ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ ഒരു ജഡവസ്തുവല്ല, അദ്ദേഹം ചൈതന്യ സ്വരൂപനാണ്. അദ്ദേഹമാണ് നിമിത്ത കാരണം.
എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉപാദാന കാരണം? എന്തിനെ ഉപയോഗിച്ചായിരിക്കും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? റോ മെറ്റീരിയൽ, അസംസ്കൃത പദാർത്ഥം എന്തായിരിക്കും ഈശ്വരന്? നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ പേര് പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത് എന്താണ് എന്നാണ് ചോദ്യം. അതാണ് ഉപാദാന കാരണം എന്ന് പറയുന്നത്. ഉപാദാന കാരണം ഒരു ജഡ വസ്തു ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ജഡങ്ങളെല്ലാം ഉപാദാന കാരണങ്ങളാണ്, അല്ല, ജഡങ്ങളെല്ലാം കാര്യങ്ങളാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഏത് ജഡപദാർത്ഥത്തെ ഉപയോഗിച്ചായിരിക്കും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? സങ്കല്പം എന്ന് ഉത്തരം പറയാം. ഈശ്വര സങ്കല്പം, അദ്ദേഹത്തിൻ്റെ നിശ്ചയം, തീരുമാനം എന്നൊക്കെ പറയാം. പക്ഷേ അത് ജഡമല്ല. സർവേശ്വരൻ്റെ സങ്കല്പം എങ്ങനെ ജഡമാവും? നമ്മുടെ സങ്കല്പം തന്നെ ജഡമാവാൻ പറ്റില്ല. അപ്പോൾ മായയെ അല്ലെങ്കിൽ സങ്കല്പത്തെ, അല്ല, അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തെ ഉപാദാന കാരണം എന്ന് നമുക്ക് അംഗീകരിക്കാം. സഹകാരി കാരണം അദ്ദേഹത്തിൻ്റെ ശക്തി തന്നെയായ മായയാണ്. മായയുടെ സഹായത്തോടു കൂടിയാണ് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. ഈ സിദ്ധാന്തങ്ങളൊന്നും അന്തിമ സിദ്ധാന്തമല്ല. തൽക്കാലം നമ്മെ ഈ ആത്മതത്വത്തിലേക്ക് പിടിച്ചടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ നൽകുന്നു, അത്രമാത്രം. സഹകാരി നിമിത്താനാം അഭാവേഹി ന കാരണാത്. പ്രപഞ്ച സൃഷ്ടിക്ക് സഹകാരി കാരണവും നിമിത്ത കാരണവും യഥാർത്ഥത്തിൽ ഇല്ല. കാരണം ഈ സഹകാരി കാരണവും നിമിത്ത കാരണവും ഈശ്വരൻ തന്നെ, ഈശ്വരന്റെ സങ്കല്പം ഉപാദാന കാരണം, ഈശ്വരന്റെ സങ്കല്പം ഉപാദാന കാരണം, ഈശ്വരൻ നിമിത്ത കാരണം, ഈശ്വരന്റെ തന്നെ മായ സഹകാരി കാരണം, എല്ലാം ഈശ്വരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈശ്വര ഭിന്നമായ ഒരു കാരണം പ്രപഞ്ച സൃഷ്ടിക്കില്ല. അപ്പോൾ ഈശ്വരൻ തന്നെ പ്രപഞ്ചമായി മാറി എന്ന് വിചാരിക്കാമോ? അതെങ്ങനെ പറ്റും? ചിത്ത് തന്നെ എങ്ങനെയാണ് ജഡമായി മാറുക? ആ യുക്തിയും ശരിയല്ല. അതും യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ സഹകാരി നിമിത്ത കാരണങ്ങളില്ലാത്തത് കൊണ്ട് കാര്യം ഭവേദന്യതിഥി ബാലൈരപ്യനുഭൂയതേ. കാര്യമായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടത്, ഉത്പന്ന രൂപത്തിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ കാരണമില്ലാത്തതാണ് എന്ന് കൊച്ചുകുട്ടികൾ പോലും മനസ്സിലാക്കും. അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. ബാലൈരപ്യനുഭൂയതേ, ബാലന്മാർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയും. എന്ത്? പ്രപഞ്ചത്തിന് സഹകാരി കാരണമില്ല, നിമിത്ത കാരണവുമില്ല, ഉപാദാന കാരണം ഇല്ല. കാരണം ഉപാദാന കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവാണ്. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്ക് ശേഷമാണ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള ഒന്നും പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമാവാൻ പറ്റില്ല. നിമിത്ത കാരണം ഈശ്വരനാണ് എന്ന് പറഞ്ഞാലും ഉപാദാന കാരണവും സഹകാരി കാരണവും ജഡങ്ങളാവണം എന്നുള്ളത് കൊണ്ട്, ആ ജഡങ്ങൾ സൃഷ്ടിക്ക് മുമ്പ് ഇല്ലാത്തത് കൊണ്ട് ഈശ്വരൻ എന്തിനെ ഉപയോഗിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് യുക്തിയുക്തമായ ഒരു വിശദീകരണം ഒരു ചിന്തകനും നൽകാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് തീരുമാനം? പ്രപഞ്ചം ഉണ്ടായിട്ടില്ല. പ്രപഞ്ചം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒന്ന് ആരാലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇത് ജീവന്മാരുടെ ഒരു ഭ്രമം മാത്രമാണ്. ഇത് നല്ലതുപോലെ ആലോചിക്കുക. ചിന്തിക്കും തോറും ഈ പറയുന്നത് പരമസത്യമാണ് എന്ന് ഉറച്ചുറച്ചു വരും. പ്രപഞ്ചം മിഥ്യയാണെന്ന് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നവന് ഇത് ഉറച്ചു കിട്ടും, ഞാൻ ഗ്യാരണ്ടി.
എൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമല്ല, വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ. അതിനെ ഒരു ടേപ്പ് റെക്കോർഡ് പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകളെയാണ് ഞാൻ കടമെടുക്കുന്നത്. ആ വാക്കുകളിൽ പരമസത്യം ഒളിഞ്ഞു കിടക്കുന്നു. എന്താണ് പരമസത്യം? പ്രപഞ്ചം എന്നൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെ ഒന്ന് ഉണ്ടായിട്ടേയില്ല. നിങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നത് നിങ്ങളുടെ ഒരു വിഭ്രമം മാത്രമാണ്, നിങ്ങളുടെ സ്വപ്നം. അതിൽ എന്ത് കഴമ്പാണുള്ളത്? ആരാണ് ആ സ്വപ്ന പദാർത്ഥങ്ങൾ നിർമ്മിച്ചത്? ഞാൻ തന്നെ എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ പോലും അറിയാതെയാണ് സ്വപ്ന ദൃശ്യങ്ങളെ നിങ്ങൾ കാണുന്നത്. എന്തൊക്കെയോ ഇങ്ങനെ കാണുന്നു, മനസ്സുണ്ടാക്കുന്നു, നമ്മൾ അതിനെ കാണുന്നു, ചിരിക്കുന്നു, കരയുന്നു, ഭ്രമിക്കുന്നു. അതൊന്നും ബോധപൂർവമായ എൻ്റെ സൃഷ്ടിയല്ല. ഒരു സ്വപ്ന ദൃശ്യവും സ്വപ്നദ്രഷ്ടാവിൻ്റെ ബോധപൂർവമായ സൃഷ്ടിയല്ല. അബോധാവസ്ഥയിൽ അയാൾ എന്തിനെയൊക്കെയോ കണ്ട് ഭ്രമിക്കുന്നു. ആ ഭ്രമമാണ് സ്വപ്നം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഈ പ്രപഞ്ചവും ദീർഘസ്വപ്നമാണ്. ഇതാണ് ആദ്യമേ പറഞ്ഞത്. ദീർഘസ്വപ്നമിമം വിദ്ധി ദീർഘം വാ ചിത്തവിഭ്രമം ദീർഘം വാപി മനോരാജ്യം സംസാരം രഘുനന്ദന. അപ്പോൾ ഈ ആശയത്തോടു കൂടി നമുക്ക് ഇന്ന് നിർത്താം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ വായിക്കാം.